അസുഖബാധിതനായി കിടപ്പിലാണ്. അസുഖത്തിൻ്റെ വിവരങ്ങൾ ഇവിടെ പറയുന്നില്ല. എന്നാലും പറയാനുള്ളൊരു കാര്യം പങ്കുവയ്ക്കുകയാണ്. എനിക്ക് പ്രിയമുള്ള ഒരു വിശ്വാസിയായ സുഹൃത്തിനെ ഞാനിന്ന് കണ്ടു. മിക്കവാറും ദിവസങ്ങളിൽ കാണുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നു. നിഷ്കളങ്കനായ ഒരു വിശ്വാസിയാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ 4-5 വർഷത്തെ പരിചയം കൊണ്ട് മോശമായ അഭിപ്രായം ഒന്നും തന്നെ എനിക്ക് പറയാനില്ല. ഇപ്പോൾ പറയാൻ പോകുന്നത് കാര്യം ഇന്ന് റംസാൻ 17 ആയിരുന്നല്ലോ. ഈ 17 ബദരീങ്ങളുടെ ദിവസം. എന്താണ് ബദരീങ്ങൾ? ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവരോട് പ്രാർത്ഥിച്ചാൽ അവരുടെ ശുപാർശ അള്ളാഹു കേൾക്കുമെന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. ബദരീങ്ങൾക്ക് വേണ്ടി ആഘോഷങ്ങളൊക്കെ അവർ സംഘടിപ്പിക്കാറുമുണ്ട്. വളരെയധികം ആയവരാണല്ലോ അവരും നബിയോടൊപ്പം ജീവിച്ചവർ. അങ്ങനെ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടാത്തത് ഒരിക്കലും നമ്മുടെ കുറ്റമല്ലല്ലോ. അതൊക്കെ പോട്ടെ. എന്താണ് ഈ ബദർ യുദ്ധം? നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഉള്ള കച്ചവട സംഘത്തെ തടസ്സപ്പെടുത്തി അവരുടെ മുതലുകളൊക്കെ കൈക്കലാക്കിയ സംഭവമാണ്. മാന്യമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു തരം പകൽ കൊള്ള. അത് നബി മാത്രം ചെയ്യുന്ന കാര്യമല്ല. അന്നത്തെ ആളുകളുടെ, പ്രത്യേകിച്ച് അറേബ്യൻ പ്രദേശത്തെ ഒരു കീഴ്വഴക്കമുണ്ട്. യുദ്ധങ്ങളും വെട്ടിപ്പിടുത്തങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇന്നും പല പ്രദേശത്തും ഉണ്ടല്ലോ. അപ്പോൾ ആധുനികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടാകാതിരുന്നാലേ അതിശയമുള്ളൂ. എന്നാൽ ഞാനിത് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയരുത് എന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമുണ്ടായിരുന്നു, എന്താണ് ബദർ യുദ്ധം? ഇതിനു മുമ്പത്തെ ചർച്ചകളിലൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മതത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്നോട് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തോട് ഈ ചോദ്യം വീണ്ടും ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ചോദിച്ചില്ല. ചുരുക്കത്തിൽ ബദർ യുദ്ധം എന്തെന്നറിയില്ല, അത് പഠിച്ചിട്ടുമില്ല. പഠിച്ച് ആൾ പറഞ്ഞാലും അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാൻ കൊള്ള എന്നുള്ളത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ക്രിയ ആയതുകൊണ്ടാണ്. അതാണ് നബിയോടൊപ്പം ജീവിച്ച് മഹത്വൽക്കരിക്കപ്പെട്ട ആളുകളും എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ സുഹൃത്തും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സൂപ്പർ മാർക്കറ്റിലെ മുതലാളിയുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നോമ്പാണോ? ഞാൻ പറഞ്ഞു താല്പര്യമില്ല. ഞാൻ ആദ്യമായാണ് ഈ വർത്തമാനം കേൾക്കുന്നത്. കാരണമെന്താണ്? ഞാൻ നിരീശ്വരവാദിയാണ്. അങ്ങനെ സംസാരത്തിൻ്റെ അവസാനം തീർന്നത്, നിങ്ങളോട് സംസാരിക്കാൻ തക്ക അറിവ് എനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ
പ്രകടിപ്പിക്കുന്നത് വിശ്വാസികൾക്ക് വിശ്വാസത്തോടുള്ള അജ്ഞതയാണ്. അവർക്ക് പഠിക്കാൻ ഒരു മാർഗവുമില്ല. അവരെ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കത്തുമില്ല. ഇനി അഥവാ അവർ പഠിപ്പിക്കാൻ തുനിഞ്ഞാലും അത് കേൾക്കാനും മനസ്സിലാക്കാനും സാധാ വിശ്വാസികൾക്ക് താല്പര്യവുമില്ല, അതിലുപരി സമയവുമില്ല. കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കണമല്ലോ. ഇത് ഒരു മതത്തിൻ്റെ കാര്യം മാത്രമല്ല, മിക്കവാറും എല്ലാ മതങ്ങളും ഇങ്ങനെ തന്നെയാണ്. അജ്ഞതയിലാണ് മതം തപച്ചു വളരുന്നത്. താങ്ക് യു.